കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സർക്കാർ 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അതേസമയം ഓരോ സംസ്ഥാനത്തിലെയും ക്രമസമാധാന നില സംബന്ധിച്ച് 2 മണിക്കൂർ ഇടവിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ഈ റിപ്പോർട്ടിലേക്ക് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയതോടെ കേന്ദ്ര സർക്കാരും ബംഗാളിലെ മമതാ സർക്കാരും വലിയ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സമരം തുടരുന്നതിനാൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് മമതാ സർക്കാർ. 7 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ. ആശുപത്രി പരിസരങ്ങളിൽ ധർണയും മാർച്ചും പ്രതിഷേധങ്ങളും പാടില്ലെന്നാണ് ഉത്തരവ്. സമരക്കാർക്ക് നേരെ കഴിഞ്ഞ ദിവസം നടന്ന അതിക്രമമാണ് നിർദ്ദേശത്തിന് കാരണമെന്ന് വിശദീകരിക്കുമ്പോഴും സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് മമതാ സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. അതിനിടെ പ്രതിഷേധം രാജ്യവ്യാപകമായതോടെ ഓരോ 2 മണിക്കൂർ ഇടപെട്ട് ക്രമസമാധാന നില റിപ്പോർട്ട് ചെയ്യണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. അതേസമയം കേസ് അന്വേഷിക്കുന്ന CBI പ്രതി സഞ്ജയ് റോയിയെ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനായി ദില്ലി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള വിദഗ്ധരെ CBI കൊൽക്കത്തയിലേക്ക് അയച്ചു. കൊലപാതകം നടക്കുമ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 2 ദിവസം CBI ചോദ്യം ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെ CBI ചോദ്യം ചെയ്തേക്കും. അതിനിടെ ഇരയുടെ പേരും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചെന്നാരോപിച്ച് നടിയും BJP നേതാവുമായ ലോക്കറ്റ് ചാറ്റർജിക്ക് കൊൽക്കത്ത പോലീസ് ചോദ്യം ചെയ്യലിനായി സമൻസ് അയച്ചു. സംഭവത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ഡോക്ടർമാരായ കുനാൽ സർക്കാർ, സുബർണോ ഗോസ്വാമി എന്നിവർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. വിഷയം BJP രാഷ്ട്രീയ ആയുധമാക്കിയതോടെ CBI അന്വേഷണം മന്ദഗതിയിലാണെന്ന് ആരോപിച്ച് പ്രതിരോധം തീർക്കുകയാണ് മമതാ ബാനർജിയും. കൈരളി ന്യൂസ്, ദില്ലി.